അല്ല അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള പാസ് എടുക്കുക ലാഭം, നമ്മൾ ടോൾ കട്ട് ചെയ്ത് പോവുക ലാഭം. ഒരു വർഷത്തേക്കുള്ള പാസ് എടുക്കുക എന്താ പറയണേ? 3 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടണം. അപ്പൊ കാടാമ്പുഴക്കട കാടാമ്പുഴക്കൂടെ അല്ല, നമ്മള് കരിപ്പോള് വലിയ വണ്ടി നടക്കൂല, ചെറു വണ്ടി. അതായത് നമ്മള് കാറ് ബ്ലോക്ക് കുടുങ്ങിയാലോ? ഒരു അരമണിക്കൂർ ബ്ലോക്ക് പെട്ടാലോ? പക്ഷെ അതിന് ആ റോട്ടിൽ കൂടെ വലിയ വണ്ടി ബ്ലോക്ക് ഇറക്കൂല. വലിയ വണ്ടി അല്ല, അരമണിക്കൂർ ബ്ലോക്ക്. 1 മണിക്കൂർ ബ്ലോക്ക് കുടുങ്ങിയാലേ എന്റെ എണ്ണ കത്തി കഴിഞ്ഞില്ലേ, പിന്നെ എന്റെ സമയവും പോയില്ലേ. അപ്പൊ ഞാനിപ്പോ ഈ ടോള് കട്ട് ചെയ്ത കൂടെ 4-5 പ്രാവശ്യം പോയി. 4-5 പ്രാവശ്യം പോയിട്ട് ബ്ലോക്കിലൊന്നും കുടുങ്ങില്ല. സമയലാഭം ആകെ 15 രൂപയുടെ പിന്നെ ചില്ലറ പൈസയാണ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്തിനാ വെറുതെ ഇത് എടുക്കണെന്ന്? എന്തായാലും ഒരു 20 കൂടുതൽ വെട്ടിച്ചിറ മാത്രം ഒരു മാസം എത്ര തവണ? ഒരു മാസത്തിനുള്ളത്. നമ്മളെ നാട്ടിൽ ഈ ഒരു കൊല്ലത്തിനുള്ള ആനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു വട്ടം ചിലപ്പോൾ. കോഴിക്കോട് പോവാണെങ്കിൽ 4 പ്രാവശ്യം പാസ് ചെയ്യും. 4 പ്രാവശ്യം പാസ് ചെയ്യാൻ ടോൾ എടുക്കാതെ പോയി ഇത് എടുക്കാതെ പോവാണെങ്കിൽ 450 റുപ്യ റേഞ്ച് വരുന്നുണ്ട്. കോഴിക്കോട് പോകുമ്പോ 4 പ്രാവശ്യം വന്നില്ലേ? അപ്പൊ 4-നായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പൊ 2 പ്രാവശ്യം ഒരു വർഷത്തിൽ 4 പ്രാവശ്യം കോഴിക്കോട് പോകണ്ടെങ്കിൽ എന്റെ പൈസ പോലെ. പിന്നെ അതിൽ കൂടുതൽ പോകണ്ടേ ലാഭല്ലേ? സംഭവം നഷ്ടം തന്നെയാണ് ഈ കട്ട് ചെയ്ത് പോണ. കട്ട് ചെയ്ത് പോകണാണല്ലേ? കട്ട് ചെയ്ത് പോകണോണ്ട് എനിക്ക് എന്ത് നഷ്ടമുള്ളത് പറയും? സമയം പോവുകയാണ്. രണ്ടാമത് വണ്ടി മെയിൻ്റെനൻസ് കൂടുതൽ, പിന്നെ എണ്ണ എല്ലാം കൊണ്ടും നഷ്ടം തന്നെയാണ്. അപ്പൊ ഈ ഇറങ്ങി പോണ റോഡ് ചിലപ്പോ സൗകര്യം ഉണ്ടാവില്ല. സൗകര്യം ചെറിയ റോഡാണ്, അതൊക്കെ പഞ്ചായത്ത് റോഡുകളാണ്. പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് അതൊരു ശല്യമാണ്. കാരണം നമ്മൾ പോണോണ്ട് അവര് നിത്യജീവിതത്തിൽ പോണ കുറെ കാര്യങ്ങൾ തടസ്സപ്പെടുകയാണ്. അത് വേറൊരു പ്രശ്നം. രണ്ടാമത് നമുക്കും നഷ്ടമാണ്. പാസ് എടുക്കുകയാണ് ഏറ്റവും. നമ്മൾ 20 കിലോമീറ്റർ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ ആനുവൽ പാസ് എങ്കിലും എടുക്കാം. അതാണ് നിങ്ങളിപ്പോ പാസ് എടുത്ത ആളല്ലേ? അവ ലാഭല്ലേ? ലാഭം തന്നെയാണ്. ഇത് എടുത്തിട്ട് ഇപ്പൊ എത്ര ഓടിങ്ങള്? ഞാന് 17 പ്രാവശ്യം കടന്നു പോയി. നമുക്ക് 15 ഒരു മാസം കൊണ്ട് ഏകദേശം 17 പ്രാവശ്യം കടന്നു. അത് ഈ പാസ് എടുത്ത് എവിടെയും പോവാ? എല്ലാം നാഷണൽ ഹൈവേന്റെ എല്ലാ റോഡും ഇന്ത്യയിൽ എവിടെയും പോവാ. അപ്പൊ നമ്മള് കട്ടിങ് നഷ്ടമാണ്. ഇപ്പൊ കാടാമ്പുഴ കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ കാടാമ്പുഴക്ക് നല്ല ബ്ലോക്കാണ്. 1/4 മണിക്കൂർ ഓരോരുത്തർ കിടക്കുകയാണ്. അപ്പോ നഷ്ടം തന്നെയല്ലേ? എണ്ണ പൈസ നഷ്ടമാണ്, ടൈം നഷ്ടമാണ്, സമയം നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. ഇതിന്റെ ഏകദേശം നമുക്ക് ലാഭം എത്ര? എന്താ നമ്മളെ കണക്കൂട്ടുമ്പോ ലാഭം എന്ന് പറഞ്ഞാല് ഒരു പാസിങ്ങിന് ഏകദേശം 15 സംതിങ് ചില്ലറ പൈസ, 15-30 അങ്ങനെ എന്തൊക്കെ വരുന്നുള്ളൂ. അതൊന്ന് 200 പ്രാവശ്യം കടക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 200 പ്രാവശ്യം കടക്കാം. അപ്പൊ നമ്മളൊരു ആവറേജ് ഒരു 110 റുപ്യ വെച്ച് കുട്ടുകയാണെങ്കിൽ തന്നെ 10-22,000 റുപ്യ അങ്ങനെ വരും. അപ്പൊ നമുക്ക് 3,000 റുപ്യ ലാഭല്ലേ? ഒരു ആവറേജ് ഒരു 110 രൂപ വെച്ച് കുട്ടുകയാണെങ്കിൽ 22,000 റുപ്യ വരുന്നുണ്ട്. ചെലവുള്ളൂ 3,775 റുപ്യ. സർവീസ് ചാർജ് അടക്കം 3,075 വെറും 3,075. അവിടെ പോയി ഇന്ത്യക്കാർക്ക് തല്ലിവിടേണ്ട ആവശ്യമില്ല, സമയം പോകും.